ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. നിങ്ങളുടെ ഹൃദയമിടിപ്പ് കൂട്ടുന്ന ഒരു ഫിലിമാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. 2013 ഒരു കിഡ്നാപ്പിംഗ് ത്രില്ലറായി റിലീസായ 3096 എന്ന മൂവിയാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഇത് ശരിക്കും നടന്ന ഒരു സംഭവമാണ്. 10 വയസ്സുള്ള ഒരു കുട്ടിയെ ഒരു സൈക്കോ തട്ടിക്കൊണ്ടുപോയി കഷ്ടപ്പെടുത്തുന്ന കഥയാണ് ഈ സിനിമയിൽ പറയുന്നത്. അതിൽ നിന്ന് ആ കുട്ടിക്ക് രക്ഷപ്പെടാൻ കഴിയുമോ എന്ന് നമുക്ക് നോക്കാം. വെൽക്കം ബാക്ക് ടു വഴി അറിയാതെ വിധി അറിയാതെ. ഫിലിമിന്റെ ആദ്യത്തിൽ ഒരു സ്നോ മൗണ്ടെയിൻ ആണ് കാണിക്കുന്നത്. അവിടെ ഒരു പെൺകുട്ടി കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ് നമ്മുടെ ഹീറോയിൻ. നമ്മുടെ ഹീറോയിന്റെ പേരാണ് നട്ടാഷ കാംപുഷ്. നട്ടാഷയുടെ കൂടെ ഒരാളുണ്ട്. അവൾ അയാളോട് എനിക്ക് റെസ്റ്റ് റൂമിൽ പോണം എന്ന് പറയുന്നുണ്ട്. അയാൾ റെസ്റ്റ് റൂം ചെക്ക് ചെയ്തതിന് ശേഷമാണ് അവളെ ഉള്ളിലേക്ക് കടത്തിവിട്ടത്. ഇത് അവളെ സേഫായി നോക്കാനാണെന്ന് നമുക്ക് തോന്നും. അവൾ ആകെ പേടിച്ച് അവിടെ അടുത്തുള്ള ഒരു ലേഡിയോട് പ്ലീസ് എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യൂ, എന്നെ തട്ടിക്കൊണ്ടു വന്നിട്ടുള്ളതാണ് എന്ന് പറയുന്നുണ്ട്. പക്ഷെ പെട്ടെന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ അയാൾ പുറത്തു നിന്ന് നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ കട്ട് ചെയ്ത് നമ്മുടെ സിനിമയുടെ ടൈറ്റിലാണ് കാണിക്കുന്നത് 3096 ഡേയ്സ്. 8 വർഷം മുന്നേയുള്ള കാര്യങ്ങളാണ് പിന്നെ കാണിക്കുന്നത്. ഒരു ചെറിയ കുട്ടി അവൾ അവളുടെ അച്ഛൻ്റെ കൂടെ ഒരു ബാറിൽ വളരെ സന്തോഷത്തോടെ ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ കുട്ടിയാണ് നമ്മുടെ ചെറുപ്പത്തിലെ നട്ടാഷ. അവളുടെ അച്ഛൻ നന്നായി കുടിച്ചിട്ടുണ്ട്. പൊതുവെ കുട്ടികളെ നമ്മൾ ആരും ബാറിലേക്ക് പറഞ്ഞയക്കാറില്ല. എന്നാൽ അച്ഛനും മോളും അവിടെ നല്ല ഹാപ്പി ആയിട്ടാണ് ബാറിലിരിക്കുന്നത്. ഈ ആഘോഷങ്ങളെല്ലാം കഴിഞ്ഞ് നമ്മുടെ നട്ടാഷ സ്കൂളിലേക്ക് പോവാൻ നേരം വൈകിയാണ് റെഡിയാവുന്നത്. അമ്മ നട്ടാഷയെ ചീത്ത പറയുന്നുണ്ട്. ഇനി അച്ഛൻ്റെ കൂടെ ബാറിൽ പോയാൽ നിനക്ക് നല്ല അടി കിട്ടും എന്നൊക്കെ പറയുമ്പോൾ നട്ടാഷയ്ക്ക് ദേഷ്യം വരും. ദയവ് ചെയ്ത് എന്നെ ഒന്ന് ഒറ്റയ്ക്ക് വിടൂ എന്ന് പറഞ്ഞതും അമ്മയുടെ കയ്യിൽ നിന്ന് മുഖത്തേക്ക് അടി കിട്ടും. നട്ടാഷ ദേഷ്യം പെട്ട് ഞാൻ ഒറ്റയ്ക്ക് പോയിക്കോളാം എന്ന് പറഞ്ഞ് നടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഒരു വെള്ള വണ്ടിയിൽ ഒരാൾ വന്ന് നട്ടാഷയെ തട്ടിക്കൊണ്ടു പോകുന്നത്. ഇത് വേറൊരു കുട്ടി കാണുന്നുണ്ടായിരുന്നു. നട്ടാഷയെ തട്ടിക്കൊണ്ടുവന്ന് ഒരു ഇരുട്ട് റൂമിൽ കൊണ്ടുപോയി ഇട്ടു. അവൾ കണ്ണു തുറന്നു നോക്കുമ്പോൾ അവൾക്ക് മനസ്സിലായി എന്നെ ഒരു റൂമിൽ പൂട്ടിയിട്ടിരിക്കുകയാണെന്ന്. അവിടെ ഒരു ലൈറ്റും ഒരു ഫാനും മാത്രമാണുള്ളത്. അവൾ ഡോർ തട്ടി നോക്കുന്നുണ്ട്, ആരും തുറക്കുന്നില്ല. അവൾ ടയേർഡായി ആ ഡോറിന്റെ മൂലയിൽ തന്നെ ഇരുന്നു. കുറച്ചു സമയത്തിന് ശേഷം സൈക്കോ ഇവൾക്കുള്ള വാട്ടർ ബോട്ടിലും ഒരു ബെഡും എടുത്തിട്ട് സൈലന്റ് ആയി വരുന്നുണ്ട്. എനിക്ക് എൻ്റെ അമ്മയുടെ അടുത്തേക്ക് പോകണം എന്ന് പറഞ്ഞ് കുട്ടി കരയുന്നുണ്ട്. അയാൾ ഒന്നും മിണ്ടാതെ പുറത്തേക്ക് തന്നെ പോയി. ഇപ്പോൾ നട്ടാഷയെ തട്ടിക്കൊണ്ടു പോയിട്ട് 3 ദിവസമാവുന്നു. സൈക്കോനെ കാണുമ്പോൾ നല്ല ഡീസന്റ് ആയ ആളെ പോലെയാണ് തോന്നുന്നത്. അവൻ എന്തോ ഒരു ബുക്ക് എടുത്ത് വായിച്ചു കൊടുത്തിട്ട് നട്ടാഷയ്ക്ക് ഒരു ഉമ്മയും കൊടുത്ത് അവൻ മേലെയുള്ള അവന്റെ വീട്ടിലേക്ക് പോകും. അവിടെ അവന്റെ അമ്മയുടെ കൂടെ TV കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് നട്ടാഷയുടെ മിസ്സിംഗ് ന്യൂസ് TV-യിൽ കാണിക്കുന്നത്. അമ്മ പറയുന്നുണ്ട്, ഏത് വൃത്തികെട്ടവനാവും ഇത് ചെയ്തത്, അവൻ റേപ്പ് ചെയ്യാനാവും എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെയാണോ, അയാൾ വേറെ വല്ലതിനാണോ എന്ന് നമുക്കറിയില്ലല്ലോ. നെക്സ്റ്റ് സീനിൽ കാണിക്കുന്നത് നട്ടാഷയുടെ അമ്മ ഈ ന്യൂസ് കേട്ട് കരഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. അങ്ങനെ കുറച്ച് ദിവസങ്ങൾ കടന്നു പോകും. പിന്നെ കാണിക്കുന്നത് ആ കുട്ടിയുടെ അടുത്തേക്ക് ആ സൈക്കോ വരുന്നതാണ്. ആ കുട്ടി ഒരു ലെറ്റർ എടുത്ത് ആ സൈക്കോയുടെ കയ്യിൽ കൊടുത്ത് ഇതെന്റെ അമ്മയുടെ കയ്യിൽ കൊടുക്കാമോ എന്ന് ചോദിക്കുമ്പോൾ ആ സൈക്കോ ആ ലെറ്റർ വാങ്ങിച്ച് വായിച്ചു നോക്കും. അതിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, ഞാൻ ഇവിടെ സേഫായി ഇരിക്കുന്നുണ്ട്, ഞാൻ എവിടെയാണെന്നൊന്നും എഴുതിയിട്ടില്ല, പ്ലീസ് ഇതൊന്ന് കൊടുക്കാമോ എന്ന് ചോദിക്കുമ്പോൾ സൈക്കോ ഓക്കെ എന്ന് പറഞ്ഞ് ആ ലെറ്റർ വാങ്ങിച്ചു വെക്കും. ശേഷം ആ കുട്ടിയെ കുളിപ്പിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആ കുട്ടി ചോദിക്കും, എന്നെ എപ്പോഴാണ് എൻ്റെ അമ്മയുടെ അടുത്തേക്ക് കൊണ്ടുപോയി വിടുന്നത്? ആ ചോദ്യം കേട്ടതും സൈക്കോക്ക് ദേഷ്യം വരും. നിന്റെ അമ്മ ചോദിച്ച ക്യാഷ് തന്നാൽ തിരിച്ചു കൊടുക്കും. നിനക്കൊരു കാര്യം അറിയോ, നിന്റെ അമ്മയ്ക്കും അച്ഛനും നിന്നോട് സ്നേഹമൊന്നുമില്ല, അതുകൊണ്ട് തന്നെ അവരാരും നിന്നെ അന്വേഷിക്കുന്നുമില്ല എന്നൊക്കെ പറയുമ്പോൾ ഇല്ല, നിങ്ങൾ വെറുതെ പറയാണ് എന്ന് പറഞ്ഞ് കുട്ടി കരയാൻ തുടങ്ങും. ഇത് കണ്ട് സൈക്കോക്ക് ദേഷ്യം വന്ന് ആ കുട്ടിയുടെ തല താഴേക്ക് പിടിച്ച് ബേസിന്റെ ഉള്ളിലേക്ക് താഴ്ത്തി. നീ ഉറക്കെ കരയല്ലേ, ശബ്ദമുണ്ടാക്കല്ലേ എന്ന് പറഞ്ഞിട്ട് അയാൾ ദേഷ്യപ്പെട്ട് പുറത്തേക്ക് പോകും. അവൻ പുറത്തിറങ്ങുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് ആ കുട്ടിയെ ഇട്ടിരിക്കുന്ന റൂമിന്റെ പുറത്ത് രക്ഷപ്പെടാൻ പറ്റാത്ത വിധം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അങ്ങനെ അവൻ അവന്റെ അമ്മയോടും ഗ്രാൻഡ്മയോടും സംസാരിച്ച് വീട്ടിലിരിക്കുമ്പോഴാണ് 2 പോലീസ് അവിടേക്ക് വരുന്നത്. അതിന് കാരണം ഈ കുട്ടിയെ തട്ടിക്കൊണ്ടു പോകുമ്പോൾ വേറെ ഒരു കുട്ടി അത് കണ്ടിരുന്നു. ആ കുട്ടി വണ്ടിയുടെ കളർ പറഞ്ഞു കൊടുത്തിട്ടാണ് ഇവർ ഇവിടേക്ക് വരുന്നത്. ബട്ട് പോലീസ് എല്ലായിടത്തും ചെക്ക് ചെയ്തെങ്കിലും കണ്ടുപിടിക്കാൻ പറ്റാത്ത വിധം അവൻ അങ്ങനെ ചെയ്തു വെച്ചിരുന്നു. സോറി പറഞ്ഞ് പോലീസ് തിരിച്ചുപോയി. പിന്നെ കാണിക്കുന്നത് നട്ടാഷയെയാണ്. അവൾ അവളുടെ അമ്മയെയും അച്ഛനെയും കൂടെ സന്തോഷമായിരുന്ന കാലത്തെ പറ്റിയാണ് ആലോചിച്ചിരിക്കുന്നത്. അപ്പോഴാണ് ആ സൈക്കോ ഫുഡ് എടുത്തു വരുന്നത്. അവൾ അയാളോട് എനിക്കൊരു ക്ലോക്ക് കിട്ടുമോ, എനിക്ക് ടൈം ഒന്നും അറിയുന്നില്ല, ശരി നീ ഞാൻ പറഞ്ഞതൊക്കെ കേട്ട് നിന്നാൽ നിനക്ക് ഞാൻ ക്ലോക്ക് തരാം എന്ന് പറഞ്ഞ് അവിടെ ഒരു സ്പീക്കർ സെറ്റ് ചെയ്യുന്നുണ്ട്.
ഇവിടെയുള്ള സൗണ്ട് അയാൾക്ക് കേൾക്കാൻ വേണ്ടിയാണ്. ഇന്നത്തെ ദിവസത്തോടു കൂടി 188 ദിവസമാവുകയാണ്. ആ കുട്ടി അവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ തുടങ്ങി. അവൾ അവിടെ ടീച്ചറായി കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൾ അവിടെ ഇരുന്ന് ഒരു മൈക്ക് പോലെ വെച്ച് ഒറ്റയ്ക്ക് ഇരുന്ന് സംസാരിക്കുന്നുണ്ട്. നട്ടാഷ, നീ എന്നാ ഇവിടെ നിന്ന് രക്ഷപ്പെടുന്നതെന്ന് ഒറ്റയ്ക്ക് ഇരുന്ന് ചോദിക്കുമ്പോൾ പെട്ടെന്ന് സൈക്കോ അത് കേട്ട്, നീ എന്താ പറഞ്ഞത്? അപ്പോൾ ഞാൻ ഒന്നും പറഞ്ഞില്ലല്ലോ എന്ന് പറയുമ്പോൾ അയാൾക്ക് ദേഷ്യം വരും. നീ നിന്റെ പാത്രമൊക്കെ ക്ലീൻ ചെയ്തോ എന്നൊക്കെ ദേഷ്യത്തിൽ ചോദിക്കും. പിന്നെ കാണിക്കുന്നത് നട്ടാഷ അവിടെയുള്ള ഏതോ മരുന്നൊക്കെ എടുത്ത് കയ്യിൽ മുറിവുള്ളതുപോലെ കാണിക്കുന്നതാണ്. എന്നാൽ സൈക്കോ അത് കണ്ടുപിടിക്കും. അവളോട് ദേഷ്യപ്പെട്ട്, ഇനി നിനക്ക് ഇവിടെ നിന്ന് ഒരു ഭക്ഷണവും തരില്ല എന്ന് പറഞ്ഞ് അവളെ എടുത്ത് ആ ഡോറിന്റെ പുറം ഭാഗം കാണിച്ചു കൊടുക്കും. ഇവിടെ നിന്ന് നിനക്ക് രക്ഷപ്പെടാൻ പറ്റില്ല, ഇത് നീ കണ്ടില്ലേ എന്ന് പറഞ്ഞ് പിന്നെയും ഉള്ളിലേക്ക് തള്ളിവിടും. ഇപ്പോൾ 3 ദിവസമായി നട്ടാഷയ്ക്ക് ഭക്ഷണം കൊടുത്തിട്ട് അവിടെയുള്ള വെള്ളം കുടിച്ച് ആ കുട്ടി 3 ദിവസം എങ്ങനെയൊക്കെ കഴിച്ചുകൂട്ടും. പ്ലീസ്, ഇനി ഞാൻ ഒന്നും പറയില്ല, എനിക്ക് വിശക്കുന്നു, ഭക്ഷണം തായോ എന്ന് വളരെ സങ്കടത്തോടു കൂടി ചോദിക്കുന്നുണ്ട്. അയാൾ ഒന്നിനും ഉത്തരം പറയാതെ ആയപ്പോൾ അവൾക്ക് ദേഷ്യം വന്ന് സംസാരിക്കുന്നുണ്ട്. എന്നെ ദയവ് ചെയ്ത് പറഞ്ഞയക്കൂ എന്നൊക്കെ പറയുമ്പോൾ അയാൾ, ഞാൻ പറഞ്ഞത് കേൾക്കണം, പിന്നെയും അത് റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞുകൊണ്ടേയിരിക്കും. അങ്ങനെ ഭക്ഷണം കൊടുത്തും കൊടുക്കാതെയും വർഷങ്ങൾ കടന്നുപോയി. ഇപ്പോൾ 4 വർഷമായി നട്ടാഷ ആ റൂമിൽ. ഇപ്പോഴും അവളെ കഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് സൈക്കോ. 6 ദിവസമായി ഞാൻ ഭക്ഷണം കഴിച്ചിട്ട്, എനിക്ക് എന്തെങ്കിലും തരുമോ എന്ന് സമാധാനത്തിൽ ചോദിക്കുന്നുണ്ട്. പിന്നീട് നട്ടാഷയ്ക്ക് ദേഷ്യം പിടിക്കാൻ തുടങ്ങി. ഇത് കണ്ടപ്പോൾ സൈക്കോയ്ക്ക് ദേഷ്യം വന്ന് അവിടെയുള്ള ലൈറ്റ് ഓഫ് ചെയ്തിട്ട് പോകും. ഇപ്പോൾ 1695 നാളായി നട്ടാഷയെ ഉള്ളിൽ അടച്ചിട്ടിട്ട്. ഇപ്പോൾ നമ്മുടെ നട്ടാഷയ്ക്ക് 16 വയസ്സായി. അവൾക്ക് പീരീഡ്സ് ആയി. ഇത് കണ്ട് അറപ്പ് തോന്നിയ സൈക്കോ, നീ നന്നായി ക്ലീൻ ചെയ്തോ, ഇവിടൊക്കെ വൃത്തികേടാക്കി വെച്ചിട്ടുണ്ടല്ലോ, ക്ലീൻ ചെയ്യ് എന്ന് പറഞ്ഞ് ക്ലീൻ ആക്കിപ്പിക്കുന്നുണ്ട്. അതിനുശേഷം അവളെ മേലേക്ക് വിളിച്ചു കൊണ്ടുപോകും. പിന്നീട് ഇവിടെ എല്ലാ ഡോറിനും ഞാൻ ബോംബ് വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് അവളെ പേടിപ്പെടുത്തും. അവളോട് നീ കുളിച്ചിട്ട് വാ എന്ന് പറഞ്ഞ് ആ സൈക്കോ അവിടെ തന്നെ നിൽക്കുന്നുണ്ട്. അയാളുടെ മുന്നിൽ വെച്ച് തന്നെ കുളിക്കാൻ പറയും. അതിനുശേഷം അയാൾ അടിയിലേക്ക് വരും. അയാളുടെ അമ്മ, നിനക്ക് പുതിയ ഗേൾഫ്രണ്ടിനെ കിട്ടിയോ? ഇല്ലല്ലോ. നിന്റെ ഷർട്ടിൽ ഒരു പെണ്ണിന്റെ മുടി കിട്ടിയല്ലോ എന്ന് പറഞ്ഞ് അത് കാണിച്ചു കൊടുക്കുന്നുണ്ട്. അവൻ അത് കേട്ടതും ഓടിപ്പോയി. കാരണം ഇതൊക്കെ ഒരു പ്രൂഫാണല്ലോ. പെട്ടെന്ന് തന്നെ സൈക്കോ അവളുടെ മുടിയെല്ലാം വെട്ടി മൊട്ടയാക്കും. അതിനുശേഷം കാണിക്കുന്നത് ഒരു ക്രിസ്മസ് ഡേ ആണ്. അവൾ അവിടെയുള്ള സാധനങ്ങൾ വെച്ച് ഗിഫ്റ്റ് എല്ലാം ഉണ്ടാക്കുന്നുണ്ട്. അപ്പോഴാണ് സൈക്കോ വന്ന് വീഡിയോ എടുക്കുന്നത്. ഇതെല്ലാം ഞാൻ നിനക്ക് തന്നതാണെന്ന് നീ വീഡിയോയിൽ പറയണം. അവൾ വേറെ വഴിയില്ലാതെ അതുപോലെ തന്നെ പറയും. അതിനുശേഷം അവൾ ചോദിക്കും, എൻ്റെ അമ്മയും അച്ഛനും സുഖമായിരിക്കുന്നുണ്ടാവുമെന്ന്. ഇത് കേട്ട സൈക്കോ ദേഷ്യം വന്ന്, നിനക്ക് എവിടെ അമ്മയും അച്ഛനും? നിനക്കെല്ലാം ഞാനാണ്. ഇന്ന് ഞാൻ നിന്റെ പേര് മാറ്റാൻ പോവുകയാണ്. ഇനി മുതൽ നീ നട്ടാഷയല്ല, വിവിയാണ്. ഇനി നീ ഈ വീഡിയോ നോക്കി എൻ്റെ പേര് നട്ടാഷയല്ല വിവിയാണെന്ന് പറയും എന്ന് പറയുമ്പോൾ പാവം കുട്ടി വേറെ വഴിയില്ലാതെ അവൾ എൻ്റെ പേര് വിവിയാണെന്ന് പറയും. പിന്നെ കാണിക്കുന്നത് നട്ടാഷയുടെ വീടാണ്. സങ്കടം തോരാതെ മനം നൊന്ത് കരഞ്ഞിട്ടിരിക്കുന്ന അവളുടെ അമ്മയും ഗ്രാൻഡ്മയുമാണ്. അവരവരുടെ ചെറുപ്പത്തിലെ ഡ്രസ്സെല്ലാം നോക്കി കരഞ്ഞിട്ടിരിക്കുകയാണ്. സൈക്കോയുടെ വീട്ടിൽ എന്തോ പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനെ നട്ടാഷയെ കൊണ്ട് പണി എടുപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇതാ നോക്ക്, നമ്മുടെ നട്ടാഷയെ ശരിക്കും ഭക്ഷണം കൊടുക്കാതെ മെലിഞ്ഞ് അസ്ഥിക്കൂടെ പോലെ ഇരിക്കുന്നു. ഇപ്പോഴാണ് അവൾ ഇവിടെ വന്നതിന് ശേഷം പുറത്തെ വെളിച്ചം കാണുന്നത്. അവൾ ഇവിടെ എന്തിനാ പണിയൊക്കെ നടത്തുന്നത്? നിങ്ങളുടെ പുതിയ ഗേൾഫ്രണ്ട് വരുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അയാൾ ദേഷ്യം വന്ന് ആ സിമെന്റ് ചാക്ക് എടുത്ത് വീശും. ഇതൊരു താപ്പ് എന്ന് വിചാരിച്ച് അവൾ എനിക്ക് കുളിക്കണം എന്ന് പറയും. ഓക്കെ, നീ കുളിച്ചോ, ബട്ട് ഇന്ന് നീ എൻ്റെ റൂമിൽ കിടക്കണം. പിന്നെ കാണിക്കുന്നത് അവന്റെ റൂമാണ്. അയാളുടെ കൈയും നട്ടാഷയുടെ കൈയും ചേർന്ന് കെട്ടിവെച്ചിട്ടുണ്ട്. അവൾ എവിടേക്കും ഓടി പോവാതിരിക്കാൻ വേണ്ടിയാണ്. പിന്നെയും ദിവസങ്ങൾ കഴിഞ്ഞു പോകും. നട്ടാഷയെ ഒരടിമയെ പോലെ എപ്പോഴും അവന്റെ കൂടെ കൊണ്ടു നടക്കുകയാണ്. അവൾ അവനോട്, ഞാൻ പറഞ്ഞതൊക്കെ കേൾക്കാം, എന്നെ ഒന്ന് പുറത്തു കൊണ്ടുപോകുമോ എന്ന് ചോദിക്കുന്നുണ്ട്. ബട്ട് അയാൾ ഒറ്റയ്ക്കാണ് പോകുന്നത്. പബ്ബിലെല്ലാം പോയി എൻജോയ് ചെയ്ത് വീട്ടിലേക്ക് വരും. അതിനുശേഷം അവളെ റേപ്പ് ചെയ്യും. ഇതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നട്ടാഷ നരകവേദനയെല്ലാം സഹിച്ച് കഴിയുകയാണ്. അവൾ അവനോട്, ഈ മിഡ് നൈറ്റിൽ എന്നെ നിന്റെ തോട്ടത്തിലേക്ക് കൂട്ടിയിട്ട് പോകുമോ എന്ന് ചോദിക്കുമ്പോൾ സൈക്ക വേറെ വഴിയില്ലാതെ കുറച്ചു നേരം തോട്ടത്തിലോട്ട് കൂട്ടിയിട്ട് പോകും. അവൾ അവിടെ നല്ല കാറ്റും ശ്വസിച്ച് കുറച്ചു നേരം നിൽക്കുമ്പോഴേക്കും അവന് ദേഷ്യം വന്ന് അവളെ തള്ളി ഉള്ളിലേക്ക് കൊണ്ടുവരും. അവൾ കഴിയുന്തോറും അവൾക്കുള്ള പീഡനം കൂടി കൂടി വരികയാണ്. അടികിട്ടി ഒരു വഴിയാവും. അവിടെ ഒരു വാൾപേപ്പറിൽ ഒരു സീനറി ഉണ്ട്. അത് നോക്കി അവൾ രക്ഷപ്പെടുന്നത് പോലെ ഓർത്ത് കുറച്ചു നേരം ഇരിക്കും. ഒരു ഫുഡ് പ്ലേറ്റിൽ വെച്ചിട്ടുണ്ട്. അത് സൈക്കോ എനിക്കുള്ളതാണെന്ന് പറഞ്ഞു വെച്ചിട്ടുള്ളതാണ്. ബട്ട് നട്ടാഷയ്ക്ക് വിശക്കുമ്പോൾ നട്ടാഷ ആ ഫുഡ് എടുത്ത് വായലിടും. അത് ഇട്ടതും സൈക്കോ വന്ന് തല വലിച്ച് ആ ഫുഡ് ഛർദ്ദിപ്പിക്കും. ഇപ്പോൾ നട്ടാഷയ്ക്ക് 16 വയസ്സ്. അവന്റെ ആവശ്യത്തിന് ഉപയോഗിക്കുന്ന വെറും ഒരു പാവക്കുട്ടി.
അവൾ സൈക്കോയോട് എന്നെ ഒന്ന് പുറത്തേക്ക് കൊണ്ടുപോകുമോ, ഞാൻ തെറ്റൊന്നും ചെയ്യില്ല എന്നൊക്കെ കുറെ പറയുമ്പോൾ അയാൾ എന്തോ ഒരു ഭാഗ്യത്തിന് ഓക്കെ പറയും. എന്നാൽ അയാൾ പറയും, എന്റെ ബാക്കിൽ ഞാൻ ഗൺ വെച്ചിട്ടുണ്ട്, ആവശ്യം വന്നാൽ നിന്നെ ഞാൻ വെടിവെക്കും, നീ അത് ഓർത്താൽ നല്ലതെന്ന് പറഞ്ഞ് പുറത്തേക്ക് പോകും. അപ്പോഴാണ് അവൾ അവിടെയുള്ള ആൾക്കാരൊക്കെ കാണുന്നത്. അവരൊക്കെ എത്ര ഹാപ്പിയാണ്, ഇതിൽ ആരെങ്കിലും എന്നെ രക്ഷിക്കാൻ വരാതിരിക്കുമോ എന്നൊക്കെ ചിന്തിക്കും. എന്നാൽ പാവം തിരിച്ച് ആ റൂമിലോട്ട് തന്നെ പോവും. അവൾക്ക് ദേഷ്യം സഹിക്കാൻ പറ്റാതെ അവൾ സ്വയം ദേഷ്യം കാണിച്ച് തളർന്ന് ഒരു സൈഡിൽ തന്നെ ഇരിക്കും. അപ്പോഴാണ് അവളുടെ അരികിലുള്ള റേഡിയോയിൽ നിന്ന് ആ ന്യൂസ് കേൾക്കുന്നത്. നട്ടാഷ എന്നൊരു കുട്ടിയെ കാണാതായ കേസിൽ ആ കുട്ടിയെ ഇതുവരെ കിട്ടിയിട്ടില്ല, ഇനി ആ കേസ് ക്ലോസ് ചെയ്യാൻ പോവുകയാണ് എന്ന് കേൾക്കുമ്പോൾ അവൾ ആ റേഡിയോ എടുത്ത് ഞാൻ ഇവിടെയുണ്ട്, ആര് കേൾക്കാനാ എന്ന് സ്വയം പറഞ്ഞ് അവിടെ സങ്കടപ്പെട്ടിരിക്കും. പിന്നെയും ദിവസങ്ങൾ കഴിഞ്ഞു പോകും. നട്ടാഷ വലുതായി. ചെറിയ റൂമിൽ നിന്ന് അവളെ വലിയ റൂമിലേക്ക് കൊണ്ടുപോകും. എല്ലാം അയാളുടെ ആവശ്യത്തിന് വേണ്ടിയാണ്. അതുമാത്രമല്ല, നട്ടാഷയ്ക്ക് പുതിയ ഡ്രസ്സെല്ലാം വാങ്ങിക്കൊടുക്കുന്നുണ്ട്. ആ സമയത്ത് അവൾ ചോദിക്കും, എന്തിനാ എന്നെ തട്ടിക്കൊണ്ടു പോകുന്നത്, എന്തിനാ എന്നെ സെലക്ട് ചെയ്തത് എന്നൊക്കെ ചോദിക്കുമ്പോൾ, ഞാൻ എൻ്റെ അമ്മയുടെ കടയിൽ നിന്നാണ് നിന്നെ ആദ്യമായിട്ട് കാണുന്നത്, അന്ന് എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമായി, 6 മാസമായി നിന്നെ തട്ടിക്കൊണ്ടുവരാനുള്ള കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നത്, വീടിന്റെ ഒരു സൈഡ് പൊളിച്ച് റൂം പോലെയാക്കി. അത് കേട്ടപ്പോൾ അവൾക്ക് മനസ്സിലായി, നല്ല പ്ലാൻ ചെയ്ത് എൻ്റെ ലൈഫ് കളഞ്ഞു. ഈ ക്രൂരതയെല്ലാം സഹിച്ച് ഭ്രാന്ത് പോലെയാവും നമ്മുടെ നട്ടാശയ്ക്ക്. ഞാൻ ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം എന്ന് കരുതി ഇലക്ട്രിക്കൽ സ്റ്റൗ ഉണ്ട്, അതിൽ ഫയർ വരുത്താൻ വേണ്ടി അവൾ ട്രൈ ചെയ്യുന്നുണ്ട്. അങ്ങനെ അതിൽ നിന്ന് സ്മോക്ക് വരാൻ തുടങ്ങി. ചെറിയ റൂം ആയതുകൊണ്ട് അവൾക്ക് തന്നെ അവിടെ നിൽക്കാൻ പറ്റാതെയായി. സ്മെൽ വരാതിരിക്കാൻ റൂം സ്പ്രേ യൂസ് ചെയ്യുന്നുണ്ട്. എന്നാൽ സൈക്കോ ഇത് കണ്ടുപിടിക്കും. അടി തന്നെ അടി, പിന്നെ അടിപൂരം. ആ സമയത്ത് നട്ടാഷ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്നെ പുറത്തു വിടില്ലേന്ന്. അയാൾ തിരിച്ചു മറുപടി പറയുന്നത്, ഞാൻ ചത്താലും നിന്നെ പുറത്തു വിടില്ല. അതിനവൾ ഒരു മറുപടി പറയും, നമ്മളിൽ ഒരാൾ എന്തായാലും ചാവണം. പിന്നെയും ദിവസങ്ങൾ കഴിഞ്ഞു പോകും. അവൾ ഒരു പേജിൽ അവൾ കഷ്ടപ്പെട്ടതെല്ലാം എഴുതി വെക്കുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് ഒരു സ്നോ മൗണ്ടെയിൻ ആണ്. അയാൾ അവിടേക്ക് അവളെയും കൂട്ടി വന്നിട്ടുണ്ട്. ഇതാണ് നമ്മൾ ഫസ്റ്റ് കണ്ട സീന്. ഇവിടെയുള്ള ഒരു ലേഡിയോട് എന്നെ തട്ടിക്കൊണ്ടുവന്നതാണ് എന്നൊക്കെ പറയുന്ന ആ സീനുണ്ടല്ലോ, അവിടെ ആ ലേഡിക്ക് ഇവൾ പറഞ്ഞ ലാംഗ്വേജ് മനസ്സിലാവാതെ തിരിച്ചു പോകുന്നതാണ്. അയാൾ അവിടെ നിന്ന് അവളെ കൂട്ടിയിട്ട് വന്ന് കാറിൽ വെച്ച് തന്നെ അടിച്ച് ഒരു പരിവമാക്കും. നമ്മുടെ ഹീറോയിൻ അവന്റെ കയ്യിൽ നിന്ന് അടി വാങ്ങുമ്പോഴെല്ലാം ഒരു പേപ്പർ മടക്കി വെക്കാറുണ്ട്. അതാണ് ഈ സീനിൽ കാണിക്കുന്നത്. നെക്സ്റ്റ് സീനിൽ കാണിക്കുന്നത് നട്ടാഷയുടെ 18ാമത്തെ ബർത്ത്ഡേ ആണ്. കേക്കും ഡ്രസ്സൊക്കെ വാങ്ങിക്കൊടുത്ത് അവളുടെ കൂടെ ഡാൻസ് ചെയ്ത് സൈക്കോ സെലിബ്രേറ്റ് ചെയ്യുകയാണ്. ഇതൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും ദേഹോപദ്രവത്തിന് ഒരു കുറവുമില്ല. അടുത്ത സീനിൽ കാണിക്കുന്നത് ഗാർഡനിലെ പണിയെടുത്തു കൊണ്ടിരിക്കുമ്പോൾ തൊട്ടടുത്ത വീട്ടിലെ പെണ്ണ് കാണുന്നുണ്ടായിരുന്നു. എന്നാൽ ആ പെണ്ണ് അത്രയ്ക്ക് കാര്യമാക്കി എടുക്കുന്നില്ല. ഇവൻ ഇത് കണ്ടതും കൂട്ടിയിട്ട് വന്ന് ഉള്ളിൽ പൂട്ടിയിടും. ഉള്ളിൽ വന്ന് നട്ടാഷ ഉറക്കെ കരയും, ഈ ചാൻസും ഞാൻ മിസ്സാക്കിയല്ലോ. പിന്നെ കാണിക്കുന്നത് 2 പേരും ഫുഡ് കഴിക്കുന്നതാണ്. ഞാൻ എൻ്റെ വാൻ വിൽക്കാൻ പോവുകയാണ്, എൻ്റെ കയ്യിൽ കാശില്ല, അതുകൊണ്ട് വാൻ നീ നല്ല വൃത്തിയാക്കി വെക്കണമെന്ന് പറഞ്ഞ് ക്ലീൻ ആക്കി കൊണ്ടിരിക്കുമ്പോഴാണ് അവന് പെട്ടെന്നൊരു ഫോൺ വന്ന് ഉള്ളിലേക്ക് പോകുന്നത്. ഈ ചാൻസിൽ നമ്മുടെ ഹീറോയിൻ ഗേറ്റ് തുറന്ന് പുറത്തേക്കോടും. ജീവൻ തിരിച്ചു കിട്ടിയ സന്തോഷത്തിൽ ഓടി ഓടി എത്തുന്നത് ഒരു വയസ്സായ ഒരു ലേഡിയുടെ വീട്ടിലേക്കാണ്. അവിടെ വന്ന് പ്ലീസ് എന്നെ ഹെൽപ്പ് ചെയ്യൂ, എന്നെ തട്ടിക്കൊണ്ടുവന്നിട്ടുള്ളതാണ്, എൻ്റെ പേര് നട്ടാഷ കാംപുഷ് എന്ന് പറയുമ്പോൾ ആ ലേഡി പോലീസിന് ഫോൺ ചെയ്ത് പെട്ടെന്ന് വരാൻ പറയും. ആ സ്പോട്ടിൽ തന്നെ പോലീസ് എത്തും. നീ ആരാണ്, നിന്റെ കയ്യിൽ എന്തെങ്കിലും പ്രൂഫ് ഉണ്ടോ? അവൾ എല്ലാ കാര്യവും പോലീസിനോട് പറയും. അവളെ പോലീസ് കൊണ്ടുപോകുമ്പോൾ നട്ടാഷ അവരോട് ചോദിക്കും, അയാളെ പിടിച്ചോ എന്ന്. അതേ സമയത്ത് പിന്നെ കാണിക്കുന്നത് സൈക്കോ ഓടിപ്പോയി ട്രെയിൻ വരുന്ന ട്രാക്കിൽ പോയി നിൽക്കുന്നതാണ്. അതോടുകൂടി സൈക്കോയുടെ പണി തീരും. പിന്നെ കാണിക്കുന്നത് 8 വർഷത്തിന് ശേഷം നട്ടാഷ അവളുടെ അമ്മയെ കണ്ട് കെട്ടിപ്പിടിച്ച് കരയുന്നതാണ്. പാവം. ഇതൊരു വലിയ കേസായി എല്ലാ മീഡിയാസും പുറത്ത് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. അതേ സമയത്ത് നട്ടാഷ വണ്ടിയിൽ കയറി പോകുന്നത്. അപ്പോഴാണ് അവൾ ഒരു കാര്യം പറയുന്നത്, ഞാൻ അപ്പോഴും അവനോട് പറഞ്ഞു, നമ്മൾ 2 പേരിലും ഒരാൾ മാത്രമേ അവസാനം ജീവനോടെ ഉണ്ടാവൂ, അത് ശരിക്കും ഇപ്പോൾ നടന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഈ സിനിമ ഇവിടെ അവസാനിക്കുകയാണ്. എൻ്റെ വോയിസ് കേട്ടിരിക്കുന്ന നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമായ നിങ്ങൾ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. താങ്ക് യു.